വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാൾ എന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദേ വേണ്ട, അർത്ഥം വീഡിയോ കാണിച്ചില്ല. നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യം തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. UAE KSRTC കൊണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും വൈശാഖ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. പോകാം. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഇതടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ? എന്റെ ഫോണല്ല എന്റെ കയ്യിൽ. അതെ അതെ, ആ എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഒന്ന് പോടാ അവിടുന്ന്. വൈശാഖ, ആവശ്യമില്ലാത്ത ആശ ഒരു സാധാരണക്കാരന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ, പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട്. ഒന്നുകൂടി പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. മതിയാ? പറ്റിക്കോ? മതിയല്ലേ? പാടാ വൈശാഖ. യൂട്യൂബ് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചു തരാം, ഞാൻ ശരിയാക്കി തരട്ടാ. വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യേണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണേ. എടാ നേരെ ചൊവ്വ പണിയടാ. ഓ സുരേഷ്, നമുക്ക് ചായ കുടിക്കാം. നീ പറഞ്ഞേ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇല്ലാതെ എങ്ങനെ പോകും? എടാ ഇതുകൊണ്ട് ഇട്ടിട്ട് പാടാ. അതൊക്കെ പിന്നെ ഇട്ടാ ഇന്നത്തെ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇന്നലത്തെ ഞാനല്ലേ കൊടുത്തത്. പിന്നെ കൊടുക്കാൻ മടി എന്ത്? ഇന്നും കൂടെ ഞാൻ കൊടുക്കും. പിന്നെ നാളെ ചായ പത്രം കുടിച്ചാൽ പൊറോട്ട ഇറച്ചി കൂടി കഴിച്ചാൽ നല്ലതായിരുന്നു. നാളെ നീ കൊടുക്കണം. താല്പര്യം. എൻ്റെ പേര് വിനോദ്. ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി. മാവേലിക്കരയാണ് സ്വദേശം. അച്ഛൻ്റെ പേര് പ്രശാന്തൻ, അമ്മയുടെ പേര് ശാരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ. വിനോദിനോട് കളിക്കില്ലേ കേട്ടോ. CCTV.
ഓഹ് എന്തൊരു ചിരി. മതി, ഇത്രയും മതി. ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പോയുടെ 4 വണ്ടിയുടെ ചില്ല് മാത്രമല്ല, പിന്നെ ഇതിനിടയിൽ നീ വേറെ പോയി പൊട്ടിച്ച? ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല. ഇനി പോലീസ് കേസെടുക്കും. പതുക്കെ അന്വേഷണം വരും. വരട്ടെ, പതുക്കെ അന്വേഷണം നിന്നിലോട്ട് വരും. അതും വരട്ടെ. അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവരും വരട്ടെ. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ് അത്. ഞാൻ എന്തിനും റെഡിയാണ്. എന്തിനും. ഞാൻ അത്രക്കില്ല. ഐ ആം റെഡി. കൂടെ ഉണ്ട് ഞാൻ. എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കൂ. ആടാ അത്? പിന്മാതൽ നിയമനമായിരുന്നു. PSC എഴുതാതെ പുള്ളി ജോലിക്ക് ഇരിക്കണത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ട ഞാൻ താർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളോട് വന്നിരിക്കണേ. അതെ. ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ആയിക്കോട്ടെ. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരെങ്കിലും പൊട്ടിച്ചേ? ഞങ്ങളല്ല സാർ. ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല ഞാൻ. എല്ലാത്തിനും വെക്കും. സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? ആ, അല്ലാണ്ട് KSRTC ഓണറൊന്നല്ല. അതല്ല, എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ വരെ സംശയമുള്ള ആളാണ് സാർ. ചില്ല് ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. കൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ, പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. ആഹാ, പേടിക്കണ്ട. പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നേ ഇട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ, നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? ആ, അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കിട്ടി. ഒരു രക്ഷ. അത് വേണ്ടേ? ഓ, മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? യു ആർ വെരി ബ്രില്യൻ വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ അന്ന് ഒട്ടും താമസിക്കണ്ട. ഇപ്പൊ തന്നെ സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണ് നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസ്സിന് കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ? കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മൾ 2 പേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേരും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട് വിനോദ. വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്.
ആ ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടായിരുന്നു. പുല്ല്. സാർ കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. നിന്റെ നിപ്പും മട്ടൊക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോകാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പോ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. എടുത്ത പിന്നെ അനുഗ്രഹിക്കണം. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. ഐശാക, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം ഒന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. വെറും ഊള. ജീപ്പല്ലേ? ആ, പിടിക്കടാ. ചെല്ല്. എടുത്തേ മോൻ. ടാറ്റാ. ടാറ്റാ, ടാറ്റാ. അച്ഛാ, പോലീസ് ജീപ്പിന്റെ വട്ടം ചാട്. പിടിക്കല് വലിച്ച അച്ഛാ, അച്ഛൻ ചോറ് കഴിച്ചിട്ടുണ്ടോ? നമുക്ക് കൊടുക്കണേ പ്ലീസ്. വണ്ടി എടുത്ത് ഈ പ്രതി ചേട്ടാ, ഈ പ്രദീപിന്റെ വീട് ഏതാ? സാറേ പുറത്ത് മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം. മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ഓ ശരി. സാർ ഇവനോട് കൊണ്ടുവന്നു ഒരുപാട് ആഗ്രഹിച്ചാണ്. പ്രതി. പോലീസുകാർക്ക് രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. അന്ത് പിടിക്കാതെ പോയത്? എടാ, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തല്ലേ? ആ. മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയം എടുക്കും. ഓ, നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയായിരുന്നു. വെരി ഗുഡ് ഐഡിയ. ബസ് അച്ഛൻ്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനലല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ടോ കേട്ടോ അവിടെ? അതെ, ഒറ്റ ഷോട്ട്സിൽ ന്യൂസ് വായിക്കുന്ന ഹാഷിലുണ്ടോ അവിടെ? അതൊക്കെ പറ. KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനല്. ഇന്റർവ്യൂ ചേട്ടാ, ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ, ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ലില്ല. ഒരു സെൽഫി ഒന്ന് ചിരിക്കട്ടെ. ഒരു സെൽഫി.